ഹായ് ഫ്രണ്ട്സ്, അസ്സലാമലൈക്കും. ഇതൊക്കെ എല്ലാവരും വിശേഷങ്ങളും എല്ലാവർക്കും സുഖമല്ലേ? എല്ലാവർക്കും സുഖമാവട്ടെ, അതിനുവേണ്ടി നമ്മൾക്ക് പ്രാർത്ഥിക്കാം. അപ്പോൾ കല്യാണത്തിൻ്റെ വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. നമ്മളെ വീട്ടിൽ എൻ്റെ അമ്മക്ക് 3 അനിയത്തിമാരും ഒരു ജ്യേഷ്ഠത്തിയും പിന്നെ മാമനുമ്മാക്ക് ഒരു ആങ്ങളെയും ഇവർ 6 മക്കളാണുള്ളത്. അപ്പോൾ 6 മക്കളും പിന്നെ ഈ 6 മക്കളുടെ മക്കളും അവരെ മരുമക്കളും പേരക്കുട്ടികളും ഒക്കെ കൂടി ചേർന്നാൽ തന്നെ ഒരു പരിപാടിക്കുള്ള ഒരാളായി. പിന്നെ ആ കൂട്ടത്തിൽ തന്നെ നമ്മൾ വല്യപ്പാൻ്റെ അനിയൻ്റെ മക്കളുമുണ്ട്. ഒരു അനിയന് കല്യാണം കഴിച്ചിട്ടുള്ളത് വല്യമ്മാൻ്റെ അനിയത്തിനെ തന്നെ. വല്യമ്മ ആ അനിയത്തിയും ഇരട്ട കുട്ടികളായിരുന്നു കേട്ടോ. ഇപ്പോൾ രണ്ടാളും ഇപ്പോൾ ജീവിച്ചിരിപ്പില്ല, 2 വല്യപ്പന്മാരും ഇല്ല. അപ്പോൾ അതിലൊരു മോനും മോളുമാണ്. അപ്പോൾ അവരെ മക്കളും മരുമക്കളും നമ്മൾ ഈ 6 ആളെ മക്കളും മരുമക്കളും അതുപോലെ വേറൊരു ഇളാപ്പുണ്ട്, വല്യപ്പാൻ്റെ അനിയൻ തന്നെ. അവരെ മക്കളും മരുമക്കളും ഒക്കെ കൂടി ചേർന്നാൽ തന്നെ നമ്മൾക്ക് പുറത്തുനിന്ന് ഒരു ആളെ ഇങ്ങനെ തലേ ദിവസത്തെ പരിപാടിക്കൊക്കെ ഇഷ്ടംപോലെ ആളുണ്ടായിരുന്നിട്ടാ. എല്ലാവരും വന്ന് പോയതാണിത്. അപ്പോൾ ഇങ്ങനെയുള്ള പരിപാടിക്ക് നമ്മളെ വീട്ടിലുള്ളവർ ഈ ഒരു കുടുംബം തന്നെ മതി, വേറെ പുറത്തുനിന്ന് ഒരാൾ വേണ്ട. ഞങ്ങളെപ്പോഴും പറയും ഇതിലുള്ള മക്കളും മരുമക്കളും പേരക്കുട്ടികളും ആയാൽ തന്നെ ഒരു വലിയൊരു പരിപാടിക്കുള്ള ആളായിക്കണ്. ഈ ഒരു ഒപ്പന കളിച്ച് ഫർഷാദ് മാമൻ്റെ മോൻ്റെ പേര് ഫർഷാദ് എന്നാണ്, അവൻ്റെ കല്യാണമാണ്. ഫർഷാദിനെ ഇപ്പോൾ നമ്മളെല്ലാവരും കൂടി സ്റ്റേജിലേക്ക് അങ്ങനെ ഒപ്പന കളിച്ച് കൊണ്ടുവരികയാണ്. അപ്പോൾ ഈ ഒരു ടൈമിൽ വന്നവരെല്ലാവരും പോയിട്ടുണ്ട് കേട്ടോ. എല്ലാവരും പോയി ഫുഡ് കഴിക്കൽ കഴിഞ്ഞിട്ട് എല്ലാവരും പോയതിന് ശേഷമാണ് ഞങ്ങൾ ഈ ഒരു പരിപാടി നമ്മൾ വീട്ടുകാരും മാത്രമായിട്ട് അങ്ങനെ നമ്മൾ ഈ ഒരു പരിപാടി വെച്ചിട്ടുള്ളത്. അപ്പോൾ ഗാനമേളക്ക് ആളുണ്ടായിരുന്നത് കോട്ടക്കലിൽ നിന്ന് വന്നവരാണ്. ഞാൻ കഴിഞ്ഞൊരു വീഡിയോയിൽ പറഞ്ഞിരുന്നു നമ്മളെ വീട്ടിൽ നമ്മളെ ഫാമിലിയിൽ ഇപ്പോൾ ഒരു 4 വർഷത്തിന് ശേഷമാണ് ഇപ്പോൾ ഇങ്ങനെ ഒരു കല്യാണം. ലാസ്റ്റ് ഞങ്ങളെ ബാനുവിൻ്റെ കല്യാണമായിരുന്നു, എളീമാൻ്റെ മോളെ കല്യാണമായിരുന്നു. നമ്മളെ കല്യാണം കഴിഞ്ഞിട്ട് പിന്നെ നമ്മളെ ഫാമിലിയിൽ ഇപ്പോൾ ഈ ഒരു കല്യാണമാണ്. പിന്നെ വേറെ ഫംഗ്ഷന് ഹൗസ് വാമിങ് അങ്ങനെയൊക്കെ ഉണ്ടാവാറുണ്ട്. പക്ഷെ കല്യാണം പിന്നെ ഇപ്പോൾ ഈ ഒരു കല്യാണമാണ് ഇപ്പോൾ ഈ കൊറോണയ്ക്ക് ശേഷമൊക്കെ നമ്മളെ ഫാമിലിയിൽ വന്നതാണ്. അപ്പോൾ അത് പരമാവധി ഉമ്മമാരും അനിയത്തിമാരും കുട്ടികളും ഒക്കെ ശരിക്കും ബ്രദേഴ്സ് എല്ലാവരും കേട്ടോ. ഇതൊക്കെ മൂത്തമ്മാൻ്റെ മോനൊക്കെയാണ് കേട്ടോ. അവരൊക്കെ എല്ലാവരും ശരിക്കും എൻജോയ് ചെയ്ത്. അതും ഗൾഫിലുള്ളവരൊക്കെ പറയുന്നുണ്ട്, എളിമാരെ മക്കളൊക്കെ വിളിച്ചിട്ട് ഇതൊക്കെ കണ്ടിട്ട് പറയുന്നുണ്ട് ഞങ്ങൾ വരാത്തത് ഭയങ്കര മിസ്സിങ് ആയിപ്പോയി, ഞങ്ങൾക്ക് നല്ല രസമായിരുന്നില്ല എല്ലാവരും കൂടി എന്നൊക്കെ പറയുന്നുണ്ട്. അതുകൊണ്ട് എല്ലാവരും കുട്ടികൾക്ക് ഭയങ്കര രസട്ടോ. കുട്ടികളമ്മമാർ കളിക്കണത് കണ്ടിട്ട് മക്കളും അതുപോലെ കളിക്കണുണ്ടായിരുന്നു. പിന്നെ കുട്ടികളൊക്കെ പാട്ടൊക്കെ പാടി. ഞാൻ കൂടുതൽ വീഡിയോ ഒന്നും എടുത്തിട്ടില്ല. പിന്നെ നമ്മളെ വീട്ടിലൊരു പരിപാടി ആകുമ്പോൾ നമ്മൾക്ക് ഇങ്ങനെ നമ്മൾ ഫോണും പിടിച്ച് ഇങ്ങനെ വീഡിയോ എടുത്ത് നടക്കാനും നമുക്ക് പറ്റില്ലല്ലോ. എല്ലാവരും ഇങ്ങനെ നമ്മളെ ഫാമിലിയിൽ നമ്മൾ കുറേ മുന്നേ കണ്ടവർ അങ്ങനെയൊക്കെ ഉണ്ടല്ലോ, അവരൊക്കെ കാണാനൊക്കെ നമ്മൾ പോകുമല്ലോ. അപ്പോൾ നേരത്തെ കണ്ടത് മഹർമാലയാണ് പെണ്ണിനുള്ള. ഇപ്പോൾ ഞാനും മോനൊക്കെ പോകാൻ റെഡിയായി നിൽക്കുകയാണ്. എൻ്റെ ഈ ഡ്രസ്സ് ഞാനിങ്ങനെ ഓൺലൈനിൽ ഡ്രസ്സ് ഇങ്ങനെ സെയിൽ ചെയ്യുന്നുണ്ടല്ലോ, അപ്പോൾ അതിൽ നിന്ന് എടുത്തതാണ്. നല്ലൊരു അധികം കൂടുതൽ റേറ്റ് ഒന്നുമില്ല, 1500 ആ ഒരു റേറ്റൊക്കെ ഉള്ളൂ. കണ്ടപ്പോൾ എനിക്കങ്ങനെ ഇഷ്ടമായി. ഷോളിനൊക്കെ നല്ല വർക്കൊക്കെ ആയതുകൊണ്ട് എനിക്ക് ഇഷ്ടമായി. ഒരു കല്യാണത്തിനൊക്കെ നമ്മൾ കുറച്ചൊരു ഹെവിയൊക്കെ ആയിട്ട് ഇടണം. ഡ്രസ്സ് വന്നപ്പോഴും കുഴപ്പമൊന്നുമില്ലായിരുന്നു, ഫോട്ടോയിൽ കണ്ട അതേ ഡ്രസ്സ് തന്നെയായിരുന്നു. ഇപ്പോൾ ഇതാ ഓഡിറ്റോറിയത്തിലൊക്കെ ആൾക്കാരൊക്കെ വന്ന് നിറഞ്ഞ്. പിന്നെ ഫുഡ് കഴിക്കണ വീഡിയോ ഒന്നും എടുത്തിട്ടില്ല. പിന്നെ 1 മണിക്ക് ചെക്കൻ ഇറങ്ങും, 3 മണിക്ക് നിക്കാഹാണ്. നിക്കാഹ് ആദ്യം കഴിഞ്ഞിട്ടില്ലായിരുന്നു. കുന്നംകുളമാണ് പെണ്ണിൻ്റെ വീട്, അപ്പോൾ അവിടെ എത്തണം. അപ്പോൾ നേരത്തെ തന്നെ ചെക്കനൊക്കെ ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഫുഡ് കഴിക്കലൊക്കെ കഴിഞ്ഞ് അപ്പോൾ നമ്മളെ വീട്ടിൽ നിന്നൊക്കെ എല്ലാവരും അനിയത്തിമാരും ഒക്കെ എല്ലാവരും വന്നിരുന്നു. അപ്പോൾ അവരൊക്കെ ഫുഡൊക്കെ കഴിച്ച് അവർ വേഗം പോയി. എല്ലാവരും ചെക്കന് നേരത്തെ ഇറങ്ങുമെന്ന് പറഞ്ഞപ്പോൾ നേരത്തെ തന്നെ എല്ലാവരും വന്നിരുന്നിട്ട് തന്നെ ഫുഡ് കഴിച്ച് അവരൊക്കെ പോയി. നേഹമോൾ എൻ്റെ കൂടെ നിന്ന്, നെഷ്വ അന്ന് അവിടെ ഉണ്ടായിരുന്നില്ല. നെഷ്വാൻ്റെ ഉമ്മാൻ്റെ ജ്യേഷ്ഠത്തിൻ്റെ വീട്ടിൽ ഒരു പരിപാടി ഉണ്ടായിരുന്നു, അപ്പോൾ അങ്ങോട്ട് പോയിരുന്നു. അപ്പോൾ നേഹമോളാണ് ഡാൻസ് കളിക്കുന്നത്. അങ്ങനെ 3 മണിക്കാണ് നിക്കാഹെന്ന് പറഞ്ഞല്ലോ. ഇപ്പോൾ നമ്മളൊക്കെ ബസ്സിൽ കയറിയിരുന്ന് ഇപ്പോൾ നമ്മൾ പോവുകയാണ് കേട്ടോ. എല്ലാവരും നല്ല ഡാൻസൊക്കെ കളിച്ച് കുട്ടികളും ഒക്കെ എല്ലാവരും മാമൻ്റെ മോളും എല്ലാവരും നല്ല ഡാൻസ് എല്ലാവരും കളിച്ചിരുന്നു കേട്ടോ. സീറ്റിലൊന്നും ആരും ഒതുങ്ങിയിരുന്നിട്ടില്ല, എല്ലാവരും കളിക്കുക തന്നെയായിരുന്നു.
2 ബസ് നിറയെ ആളുണ്ടായിരുന്നു. ചെക്കൻ്റെ കൂടെ ഉള്ളവരും പെണ്ണിനെ തേടി നമ്മൾ പോകുമല്ലോ, അങ്ങനെ 2 ബസ്സും പിന്നെ കാറ് ചെക്കനക്ക് വേറെന്തോ വണ്ടി അങ്ങനെയൊക്കെ ആയിരുന്നു കേട്ടോ. ഇപ്പോൾ അതവിടെ നിക്കാഹ് നടക്കുകയാണ്. ഫർഷാദ് പിന്നെ അവളപ്പ പിന്നെ അവിടെ ഉസ്താദുമാരൊക്കെ അവിടെ എത്തിയിട്ട് അവരിങ്ങനെ വിളിക്കണുണ്ടായിരുന്നു കേട്ടോ, നിങ്ങൾ എത്തിയില്ലേ, എവിടെ എത്തി, പോന്നില്ലേ എന്നൊക്കെ ചോദിച്ചിട്ട്. ഞങ്ങളും നേരത്തെ തന്നെ ഇറങ്ങാൻ അവിടുന്ന് ശ്രമിച്ചിരുന്നു. കാരണം എന്താ പറയുക, ഓഡിറ്റോറിയം 5:30 ആകുമ്പോഴത്തേനും അവർക്ക് ഒഴിഞ്ഞു കൊടുക്കണം എന്നാണ്. പിന്നെ നമ്മൾ ഓഡിറ്റോറിയത്തിലേക്കാണല്ലോ പെണ്ണിനെ കൊണ്ടുവരിക. എന്നിട്ട് തന്നെ ഞങ്ങൾ വന്നിട്ട് അപ്പോഴത്തേനും ഓഡിറ്റോറിയമൊക്കെ അവർ അടക്കല്ല, ലൈറ്റൊക്കെ മേലത്തൊക്കെ ഹാളിലുള്ള ലൈറ്റൊക്കെ അവർ ഓഫാക്കിയിരുന്നു. പിന്നെ നമ്മൾ താഴെ ഇരുന്ന് ഇതൊക്കെ പെണ്ണിൻ്റെ വീടല്ല, ഓഡിറ്റോറിയത്തിലാണ്, അവരുടെ നാട്ടിലാണ്. ഫസ്ല എന്നാണ് പെണ്ണിൻ്റെ പേര്. ഇപ്പോൾ അതാ ഇച്ചു ഐഷു അമ്മാലും ഒക്കെ കുട്ടികളൊക്കെ ഇപ്പോഴും അവർ കളിക്കുക നടന്ന് കളിക്കുക തന്നെയായിരുന്നു, എല്ലാവരും ഡാൻസ് കളിക്കുക തന്നെയായിരുന്നു. അതൊക്കെ കഴിഞ്ഞ് പെണ്ണിനെ അവിടെ മാറ്റിക്കാൻ മാമൻ്റെ മോൾ തന്നെയാണ് ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് കൊടുക്കുന്നത്. പിന്നെ അവൾ ബ്യൂട്ടീഷ്യനാണ്. രാവിലെ അവൾ പുലർച്ചെ ഒരു 3 മണി ആ ടൈമിൽ വന്നിട്ട് ഈ പെണ്ണിൻ്റെ വീട്ടിലത്തെ ഡ്രസ്സും അവൾ തന്നെയാണ്, സാരിയൊക്കെ ആയിരുന്നു കേട്ടോ, അതൊക്കെ ഒരുക്കി കൊടുത്തിട്ടുള്ളതും. മേക്കപ്പൊക്കെ മാമൻ്റെ മോള് ഫബിയാണ് ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അവളും പിന്നെ അതന്നെ അവളെന്നെ മതി. അപ്പോൾ പിന്നെ അവളിൻ്റെ അനിയത്തി ജെസ്സിയും കൂടി അവിടെ നിന്ന് പിന്നെ ഞങ്ങളെല്ലാവരും ചായ കുടിക്കാൻ വന്ന് ചായയൊക്കെ എല്ലാവരും കുടിച്ച്. ഐസ്ക്രീം ഉണ്ടായിരുന്നേ, പിന്നെ എന്താണ് ഉന്നക്കായ, കട്ട്ലേറ്റ്, കപ്പ് കേക്ക്, ചായ ഒക്കെ ഉണ്ടായിരുന്നു. പിന്നെ വന്ന് നമ്മൾ കയറുമ്പോൾ തന്നെ വെൽക്കം ഡ്രിങ്ക് ഉണ്ടായിരുന്നു. എല്ലാവർക്കും വെൽക്കം ഡ്രിങ്കിനായിരുന്നു ആവശ്യം കേട്ടോ. ഞങ്ങൾ ബസ് നിർത്തിയിട്ട് 2-3 ബോട്ടിൽ വെള്ളമൊക്കെ വാങ്ങി കുടിച്ചിരുന്നു. നല്ല മഴയൊക്കെ ഒന്ന് ചെറുതായിട്ട് ഇടയ്ക്കൊക്കെ ഇങ്ങനെ പെയിനുണ്ടായിരുന്നുണ്ടെങ്കിലും നല്ല ചൂട് തന്നെയായിരുന്നു കേട്ടോ. പിന്നെ ആളിങ്ങനെ തിങ്ങി നിറഞ്ഞൊരു സ്ഥലമാകുമ്പോഴും ചൂടൊക്കെ കൂടുമല്ലോ, നല്ല ചൂടുണ്ടായിരുന്നു. എന്നാലും കുറേ അൽഹംദുലില്ലാഹ് ചൂടിനൊക്കെ നല്ല കുറവ് തന്നെയായിരുന്നു. ഇപ്പോൾ ഇതാ ഫസ്ലേനെ അവിടുന്ന് ഇങ്ങനെ കൊണ്ടുവരുന്നുണ്ട്. ഇപ്പോൾ അങ്ങനെയൊക്കെയാണല്ലോ, പൂവ് കൊണ്ട് ഇങ്ങനെ പല ഇതൊക്കെ ഉണ്ടാക്കിയിട്ട് അതിൽ പെണ്ണിനെയും ചെക്കനെയും ആക്കിയിട്ടൊക്കെ അങ്ങനെയൊക്കെ കൊണ്ടുവരിക. ഫർഷാദ് നിക്കാഹിന് വൈറ്റ് കുർത്ത അതൊക്കെ ഇട്ടിട്ടാണ് അവിടുന്ന് വീട്ടിൽ നിന്ന് വന്നിരുന്നത്. പിന്നെ ഇവിടെ വന്നതിന് ശേഷമാണ് ആ പീക്കോക്ക് ഡ്രസ്സ് കോട്ടും ഇതൊക്കെ മാറ്റിയത്. നിക്കാഹിൻ്റെ ടൈമിൽ വൈറ്റ് ഡ്രസ്സായിരുന്നു. മണവാട്ടി ഇതാ മണവാളൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇനി അവളിങ്ങനെ പതുക്കെ എൻ്റെ അടുത്തേക്ക് ഇങ്ങനെ ഫർഷാദിൻ്റെ അടുത്തേക്ക് ഇങ്ങനെ നടന്നു വരും. അപ്പോൾ ആ തലയിലൂടെ ഒരു നെറ്റിട്ട് മൂടിയതാണ്. അപ്പോൾ ഫർഷാദ് അതെടുത്ത് പൊന്തിച്ച് നോക്കും, അങ്ങനെയൊക്കെയാണ്. ഇപ്പോൾ ഒരുവിധം കല്യാണങ്ങളൊക്കെ ഇങ്ങനെയൊക്കെയാണ് കേട്ടോ. നല്ല രസമാണ് നമ്മൾക്കിതൊക്കെ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കാൻ. ഇപ്പോൾ എല്ലാതും ക്യാമറാമാന്മാർ പറഞ്ഞു കൊടുക്കുകയാണ്, അങ്ങനെ ചെയ്താൽ മതി, ഇങ്ങനെ ചെയ്താൽ മതി. അപ്പോൾ അവർക്ക് അവരങ്ങനെ ചെയ്യുമ്പോൾ വീഡിയോ എടുക്കുക, അപ്പോൾ അവരതിങ്ങനെ പറയുകയാണ്. അപ്പോൾ ഫർഷാദിനും കാണിച്ചു കൊടുക്കേണ്ടത് ഇതിങ്ങനെ പതുക്കെ പൊക്കുക അങ്ങനെയൊക്കെ പറഞ്ഞു കൊടുക്കുകയാണ്. അപ്പോൾ അങ്ങനെ അവരെ ഇഷ്ടത്തിനനുസരിച്ചാണ് ഇവരിങ്ങനെ ഓരോന്ന് ചെയ്യണം. അവർക്ക് വീഡിയോ എടുക്കാനും ക്യാമറ ഫോട്ടോ എടുക്കാനൊക്കെ ഉള്ളൊരിതിന് വേണ്ടിയിട്ടാണ് കേട്ടോ. ഇപ്പോൾ അതൊക്കെ കഴിഞ്ഞ് പിന്നെ അങ്ങനെ ആ നെറ്റൊക്കെ ഒന്ന് പൊക്കി നോക്കണ്. അപ്പോഴാണ് അവന് ഫസ്ലേൻ്റെ ഫേസ് അങ്ങനെ കാണുന്നത്. പിന്നെ ഇതൊക്കെ കഴിഞ്ഞിട്ടാണ്, ഈ ഒരു ചടങ്ങൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് മഹർ ഫർഷാദ് ഫസ്ലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അവനിപ്പോൾ അത് ചോദിക്കുകയാണ് മഹർ എവിടെയെന്ന്. ഇപ്പോൾ ഈ ഭാഗത്ത് ബാക്കിൽ ഫബി നിൽക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഫബിനോട് ചോദിക്കുമ്പോൾ ഫബിയാണ് ബാക്കിൽ നിന്ന് അത് കൊളുത്തി കൊടുക്കണം, മാമൻ്റെ മോള് കേട്ടോ, ഫർഷാദിൻ്റെ പെങ്ങൾ. അപ്പോൾ അവരെ അടുത്ത് നിൽക്കുന്നതൊക്കെ അവളെ ഉമ്മയും ഉപ്പയും എല്ലാവരും, നമ്മളെല്ലാവരും സ്റ്റേജിലുണ്ടായിരുന്നു. പിന്നെ ഫസ്ലിൻ്റെ ഫാമിലിയിലുള്ളവർ അവരും എല്ലാവരും ഉണ്ടായിരുന്നു.
അടുത്തത് കേക്ക് കട്ടിങ് ആണ്. അപ്പോൾ ഫസ്ലൻ്റെ ഉപ്പ, ബ്രദറ്, ഞങ്ങളുടെ വൈഫ്, ഉമ്മ, ഫസ്ലൻ്റെ അനിയത്തി അവരൊക്കെ അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ കേക്ക് കട്ട് ചെയ്ത് ഫർഷാദ് ഫസ്ലക്ക് കൊടുത്ത്, ഫസ്ല ഫർഷാദിന് കൊടുത്ത്. ഇപ്പോൾ അത് അവരെ ഉപ്പയും ഉമ്മയും കൂടി കേക്ക് കട്ട് ചെയ്തിട്ട് അവർക്ക് രണ്ടാൾക്കും കൊടുക്കുകയാണ്. അതൊക്കെ കഴിഞ്ഞതിന് ശേഷം ഫസ്ലൻ്റെ ഉമ്മ ഒരു ബ്രസ്ലെറ്റ് ഫർഷാദിന് കെട്ടിക്കൊടുത്തിട്ടുണ്ട്. അതൊക്കെ നമ്മളവിടെ അങ്ങനെ. പിന്നെ വേറെ എന്തൊക്കെ കുറേ ചടങ്ങുകളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഇവർ അവിടുന്ന് നമ്മളെ വീട്ടിൽ നിന്ന്, ചെക്കൻ്റെ വീട്ടിൽ നിന്ന് എന്താ ബൊക്ക, പെണ്ണിൻ്റെ വീട്ടിൽ നിന്ന് ഒരു ബൊക്കൊക്കെ കൊടുക്കുമല്ലോ. അപ്പോൾ ഒരു മോതിരം ഇട്ട് കൊടുക്കുക. പിന്നെ അതിന് പകരമായിട്ട് പെണ്ണിന് നമ്മളെ വീട്ടിൽ വന്നാൽ ബൊക്ക ഒക്കെ കൊടുക്കുമല്ലോ. അപ്പോൾ ഈ ഫസ്ല ബൊക്ക കൊടുത്ത കുട്ടികൾക്ക് മോതിരം ഇട്ട് കൊടുക്കുക. അങ്ങനെയൊക്കെ ഉണ്ട്. അങ്ങനെ ഈ അവരെ കുന്നംകുളം ആ നാട്ടിലേക്ക് അങ്ങനെയൊക്കെ ഉണ്ട്. നമ്മളെ നാട്ടിൽ ആദ്യമൊക്കെ ഉണ്ടായിരുന്നു, ഇപ്പോൾ അങ്ങനെയൊന്നും ഇല്ല കേട്ടോ. ഇപ്പോൾ ഇതാ ഫർഷാദൊക്കെ ഇറങ്ങി. ഇപ്പോൾ നമ്മളും ഇറങ്ങുകയാണ്. ഇപ്പോൾ നമ്മൾ ബസ്സിൽ കയറാൻ പോവുകയാണ്. ഫസ്ലയും ഫർഷാദും വീണ്ടും ഫസ്ലേൻ്റെ വീട്ടിലേക്ക് തന്നെയാണ് വരിക. അന്ന് ഫസ്ലേൻ്റെ വീട്ടിലാണ് അവർ താമസം. തിരിച്ച് അങ്ങോട്ട് തന്നെ പോകും, കുന്നംകുളത്തേക്ക് തന്നെ അവർ പോവുമായിരുന്നു. ഇപ്പോൾ ഇതാ നമ്മളെ ഓഡിറ്റോറിയത്തിലെത്തി. വന്ന് ആ കയറുന്ന ആ ഒരു രംഗമൊന്നും എടുക്കാൻ കഴിഞ്ഞിട്ടില്ല. എനിക്ക് പിന്നെ എടുക്കാൻ പറ്റിയില്ല വീഡിയോ ഒന്നും. ഇപ്പോൾ ഇത് അമ്മായിയാണ് ഫസ്ലേനെ അങ്ങോട്ട് സ്വീകരിച്ച് കൊണ്ടുപോകുന്നത്. അതൊക്കെ കഴിഞ്ഞ് നമ്മൾ ഫസ്ലേൻ്റെ വീട്ടിലേക്ക് ഇവിടെ ഫുഡൊക്കെ ഉണ്ടായിരുന്നു. പൊറോട്ട, വെള്ളപ്പം, ഗ്രീൻ പീസ് കറി, ചിക്കൻ കറി, ചായയൊക്കെ ഉണ്ടായിരുന്നു. നമ്മളെല്ലാവരും ഒപ്പമാണ് കഴിക്കാനിരുന്നത്. നമ്മൾക്ക് നല്ല വിശന്നിരുന്നു കേട്ടോ. ഇപ്പോൾ ഇത് ബ്രദറും അവൻ്റെ വൈഫും ഒക്കെയാണ്. അപ്പോൾ അങ്ങനെ ഒരു വീഡിയോ എടുത്തതാണ് അവർ. അപ്പോൾ അവരൊക്കെ കഴിക്കണം. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെയുള്ളൂ. ഇൻഷാ അല്ലാഹ് അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. അപ്പോൾ എല്ലാവരും വീഡിയോ ഇഷ്ടമാണെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യണം. ലൈക്ക് ചെയ്യാൻ ആരും മറക്കരുത്. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അസ്സലാമു അലൈക്കും. താങ്ക്സ് ഫോർ വാച്ചിങ്.